ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കണം നമുക്ക് നോക്കാം. അതിന് നമ്മൾ ആദ്യം ഒരു ചട്ടി അടുപ്പത്ത് വെക്കുക. ഞാൻ മൺചട്ടിയാണ് വെച്ചത്. നല്ലോണം ചൂടായി വരുമ്പോഴേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കട്ടെ. വെളിച്ചെണ്ണയിൽ എണ്ണ ഉണ്ടാക്കിയാൽ നല്ല രസം ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അതിക്ക് ആദ്യം ഉലുവയും വലിയ ജീരകം ഇട്ട് കൊടുക്കുക കേട്ടോ. അതൊന്ന് പൊട്ടി വന്നതിന് ശേഷം രണ്ട് വലിയ ഉള്ളി ചെറുതായി സ്ലൈസ് ചെയ്താണ്ട് പോയി ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് അല്പം ഉപ്പും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കേട്ടോ. കൂടെ തന്നെ ലൈക്ക് ബട്ടനൊന്ന് ക്ലിക്ക് ചെയ്താളി. അപ്പോൾ നമ്മൾ ഉള്ളി ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ നമുക്ക് കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് വാടി കിട്ടുക, നല്ല ചുവന്ന കളറായി കിട്ടാൻ കേട്ടോ നമുക്ക്. അപ്പോൾ അതുവരെ നമുക്ക് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മൾ നല്ലോണം വാടി കിട്ടിയും കേട്ടോ. അപ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ഇനി നമുക്ക് അതിലേക്ക് പൊടികളാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ തീ ഒന്ന് കുറച്ച് കൊടുക്കുക കേട്ടോ. പൊടികളായിട്ട് ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1 ടീസ്പൂണ് മല്ലിപ്പൊടി, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ നമുക്ക് അല്പം ഗരം മസാല കേട്ടോ, 1/4 ടീസ്പൂണ് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് നല്ല എരിവുള്ള മുളക് പൊടി 1.5 ടീസ്പൂണ് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് എരിവില്ലാത്ത മുളക് പൊടി, കാശ്മീരി മുളക് പൊടി ഉണ്ടല്ലോ, അതൊരു 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. വേണമെങ്കിൽ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, നല്ലൊരു കളർ കിട്ടും നമ്മളെ കറിക്ക്. അപ്പം ഇങ്ങോട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നന്നായിട്ട് വറുത്ത മൈര പച്ച കുത്തൊക്കെ ഒന്ന് മാറി കിട്ടണം കേട്ടോ നമ്മളെ പൊടികളെ. അതിന് ശേഷമാണ് നമ്മൾ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. തക്കാളി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് അതും വഴറ്റിയിട്ടെടുക്കുക. അപ്പോൾ നമ്മൾ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് മൂടി വെച്ച് വേവിച്ചാൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ തക്കാളി വഴണ്ടി വരും. നമ്മളെ തക്കാളിയൊക്കെ നല്ലോണം വഴണ്ടി വന്ന് ഇനി നമുക്ക് നമ്മളെ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പോൾ ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. വെള്ളം നമ്മൾ ചുടുവെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കേണ്ടത്. ഇനിയിപ്പോൾ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ തന്നെ പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കരുത്. നമ്മൾ വാട്ടിയതൊക്കെ വെറുതെ ആവും പച്ചവെള്ളം ഒഴിച്ച് കൊടുത്താൽ. എന്നിട്ട് ഇതൊന്ന് മൂടി വെച്ചാൽ ആ ചിക്കൻ ഒന്ന് വെള്ളം ഇറങ്ങി വരും കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടില്ല. ഇനിയാണ് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കാൻ പോകുന്നത്. ഞാൻ ഇപ്പോൾ 1 കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. തോനെ വെള്ളം ഒഴിച്ച് കൊടുക്കണില്ല. നമുക്കിതിന് പകരം തേങ്ങാപ്പാലൊക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിച്ചെടുത്താൽ അടിപൊളി ടേസ്റ്റ് ആവും കേട്ടോ. ഇപ്പം നമുക്കത് നന്നായിട്ട് ഇളക്കിയിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. ഇത് മല്ലിയില ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കുക. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ നമുക്കിത് അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ അടിപൊളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മാറ്റി വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് തൂമിച്ചെടുക്കണം കേട്ടോ. നമുക്ക് ചെറിയ ഉള്ളി അരിഞ്ഞേട്ടിന് അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ചെറിയ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കുക കേട്ടോ. അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടി ഇട്ടിട്ട് നല്ലോണം വഴറ്റിയെടുക്കുക. അല്പം കരിവേപ്പിൻ്റെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നമ്മളെ കറിക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇത് അടിപൊളി കറിയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ഉണ്ടാക്കി ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോ ആയിട്ട് നമ്മൾ ഇനിയൊന്ന് വരുന്നതായിരിക്കും. അതുവരേക്കും അസ്സലാമു അലൈക്കും.